നമസ്കാരം. 41ഓളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായുള്ള നടപടികളുമായി യുഎസിലെ ട്രംപ് ഭരണകൂടം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താനാണ് നീക്കം. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കടക്കം നിയന്ത്രണങ്ങൾ വരും. 10 രാജ്യങ്ങൾ ഉൾപ്പെടെ ആദ്യ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഉള്ളത്. ഇവിടെ നിന്നുള്ളവരുടെ വിസ പൂർണ്ണമായും റദ്ദാക്കും. കൂടാതെ എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ എന്നീ 5 രാജ്യങ്ങളാണ് രണ്ടാം പട്ടികയിലുള്ളത്. ഇവർക്ക് വിസ അനുവദിക്കുന്നതിൽ ഭാഗിക നിയന്ത്രണമാണ് ഉണ്ടാവുക. ടൂറിസ്റ്റ് വിസകൾ, സ്റ്റുഡന്റ് വിസകൾ, കുടിയേറ്റ വിസകൾ ഇതൊക്കെ അനുവദിക്കുന്നതിലാണ് നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 26 രാജ്യങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത്. പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. 60 ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കും. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പട്ടികയിൽ മാറ്റമുണ്ടാവുമെന്നും നിലവിലെ നിർദ്ദേശത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിസ പൂർണ്ണമായും റദ്ദാക്കുന്ന രാജ്യങ്ങൾ ഇവയാണ്. അതായത് ഒരുപാട് രാജ്യങ്ങളെ 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടാണ് ഇപ്പോൾ വിസ റദ്ദാക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാറ്റഗറിയെ റെഡ് ലിസ്റ്റ് എന്ന ആ ഒരു പട്ടികയിലാണ് ഇടംപെടുത്തിയിരിക്കുന്നത്. ആ റെഡ് ലിസ്റ്റിൽ ഇടംപെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് വരുന്നത് അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, വടക്കൻ കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനസ്വേല, ഒമാൻ തുടങ്ങി ഭാഗികമായി റദ്ദാക്കുന്ന രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങളാണ് അവരുടെയൊക്കെ പാസ്പോർട്ടും ഉൾപ്പെടെ വിസ ഉൾപ്പെടെ പൂർണ്ണമായും റദ്ദാക്കുന്ന രാജ്യങ്ങൾ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന രാജ്യങ്ങളുടെ വിസ ഭാഗികമായി റദ്ദാക്കുള്ളൂ. അതിനെ ഓറഞ്ച് പട്ടികയിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ രാജ്യങ്ങളാണ് എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമാർ, ദക്ഷിണ സുഡാൻ. ഇതൊക്കെ രാജ്യങ്ങളാണ് ഓറഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ വിസ റദ്ദാക്കുന്ന രാജ്യങ്ങൾ എന്ന പട്ടികയിലെ അതിനെ ഒരു യെല്ലോ കാറ്റഗറി ആയിട്ട് അമേരിക്ക തരംതിരിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളാണ് അങ്കോല, ആന്റിഗ്വ ആൻഡ് ബർബുഡ, ബൊറോലസ്, ബെനിൻ, ഭൂട്ടാൻ, ബുർക്കിനാഫാസോ, കാബോ വെർഡ, കാംബോഡിയ, കാമറൂൺ, ചാഡ്, കോഗോ, ഡൊമിനിക്ക, ഇക്വറ്റോറിയൽ ഗ്വിനിയ, ഗാംബിയ, ലിബേരിയ, മലാവി, മൗറിറ്റാനിയ, പാകിസ്ഥാൻ, സെന്റ് കിറ്റസ് ആൻഡ് നെവിസ്, സെന്റ് ലൂക്ക, സാവോ ടോമെ ആൻഡ് പ്രിൻസിപ്പെ, സിയറോ ലോൺ, ഈസ്റ്റ് തിമോർ, തുർക്കിമിസ്ഥാൻ, പനുവാതു തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ യെല്ലോ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ പറയുന്ന നിയന്ത്രണങ്ങൾ, അത് പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ ഇവർ അനുസരിച്ചാൽ ഈ യെല്ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക പറയുന്നത് പോലെ ഇവർ അതനുസരിച്ചാൽ ആ ഒരു ഭേദഗതികൾ ഇവർ വരുത്തിക്കഴിഞ്ഞാൽ ഇവർ യെല്ലോ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.